എൻ്റെ സോളോ ട്രിപ്പിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞാൻ നേരെ വന്നത് ഉദയ്പൂരിലേക്കായിരുന്നു. ഗുജറാത്തിലെ വിശേഷങ്ങൾ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉദയ്പൂരിൽ ഒരു ഓട്ടോ എടുത്ത് ഞാൻ നേരെ എൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് വന്നു. 2000 രൂപയ്ക്ക് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു മുറിയായിരുന്നു. ഉദയ്പൂരിൻ്റെ തീമിനോട് ചേരുന്ന ഒരു ഷർട്ടും എടുത്തിട്ട് ഞാൻ അങ്ങനെ യാത്ര തുടങ്ങി. സമയം ഏകദേശം 5 മണിയോട് അടുത്തായപ്പോഴേക്കും നമ്മൾ ഗംഗോർഘട്ടിലെത്തി. സൺസെറ്റിൻ്റെ ആ ഗോൾഡൻ കളറ് ഈ ലേക്കിൽ വന്ന് പതിക്കുമ്പോൾ ഗംഗോർ ഘട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് വളരെയധികം ഹിസ്റ്റോറിക്കലി ആൻഡ് കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഉദയ്പൂരിലെ ഫേമസ് ആയിട്ടുള്ള ഗംഗോർ ഫെസ്റ്റിവൽ നടക്കുന്നൊരിടം കൂടിയാണിത്. ഞാൻ വന്നതാണെങ്കിലോ ഹോളിയുടെ സമയത്ത് അതിൻ്റെ നിറങ്ങളും ആട്ടവും പാട്ടവും എല്ലാമായി ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. 21ാം വയസ്സിൽ ജോലി കിട്ടിയപ്പോൾ മുതൽ ഞാൻ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ഈ സോളോ ട്രിപ്പ്. അധികം ആഘോഷവും ബഹളവും ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ കൂടെ മാത്രം ഒരു യാത്ര. അതിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടും, ഒരുപാട് ആളുകളെ കാണാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനും സഹായിക്കും. ഉദയ്പൂർ സിറ്റി അഥവാ ദ സിറ്റി ഓഫ് ലേക്സ് അല്ലെങ്കിൽ വെനിസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. കാരണം ഇത് മൊത്തം ലേക്കായി സറൗണ്ടഡ് ആണ്. കൂടാതെ തന്നെ ഇവിടെ ഓരോ ബിൽഡിങ്ങിനും അതിൻ്റെതായ മനോഹാരിതയുണ്ട്. ഗംഗോർ ഘട്ട് കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് അംബ്രായ് ഘട്ടിലേക്കാണ്. ഇത് ലേക്ക് പിച്ചോലയുടെ സൈഡിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഘാട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ സിറ്റി പാലസും ജഗ് മന്ദിറും കാണാം. ഇതുപോലുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. അങ്ങനെ സൺസെറ്റായി. എന്ത് ഭംഗിയാലേ. സൺസെറ്റും ആസ്വദിച്ച് ഞാൻ നടന്ന് നീങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് ഒരു ഫോറിനർ ലേഡി ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നതായിരുന്നു. എന്ത് മനോഹരമായിട്ടാണല്ലോ അവർ വായിക്കുന്നത്. അതും കണ്ട് ഞാൻ പതിയെ നടന്ന് നീങ്ങാൻ തുടങ്ങി. ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദയ്പൂർ സിറ്റിയിലോട്ട് വന്ന് അവിടെ നിന്ന് നമുക്ക് എല്ലാ സ്ഥലവും നടന്ന് തന്നെ കാണാൻ പറ്റും. എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഉദയ്പൂർ സിറ്റി പാലസിലേക്ക് പോകുന്ന വഴി ഈ ഗുലാബ് ജാമുൻ വിൽക്കുന്ന അങ്കിളിനെ ഞാൻ കണ്ടേ. വെറും 10 രൂപയുള്ളൂ കേട്ടോ ഒരു പീസിന്. അങ്ങനെ 2 പീസ് മേടിച്ച് ഞാൻ കഴിച്ചു. അങ്ങനെ ഗുലാബ് ജാമുനും കഴിച്ച് നമ്മൾ സിറ്റി പാലസിലോട്ട് എത്തി. രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈറ്റ് എല്ലാം ഇട്ടിട്ട് പാലസ് കാണാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. 19th സെഞ്ചുറിയിൽ നിർമ്മിച്ച ഈ പാലസ് ലേക്ക് പിച്ചോലയുടെ സമീപത്താണുള്ളത്. രാജസ്ഥാനി ആൻഡ് മുഗൾ ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 400 വർഷങ്ങൾക്ക് മുന്നേ മേവർ ഡൈനാസ്റ്റിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാത്രി പാലസിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷെ പാലസിൻ്റെ ഉൾവശം നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ രാവിലെ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞാൻ തിരിച്ച് റൂമിലെത്തി. ഒരുപാട് ടയേർഡായിരുന്നു. ബാക്കി വിശേഷങ്ങൾ നാളെ.